തന്റെ പ്രസിഡന്റായിരുന്ന വിജയത്തിന്റെ തരംഗത്തിൽ മുന്നേറുമ്പോൾ താഡിയസ് റോസ് അഭിനന്ദനങ്ങൾ ആസ്വദിക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മകൾ ബെറ്റി അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികളെ ഇപ്പോഴും ഇക്കുന്നില്ല. അയാളുടെ ടീം പലതവണ അവളെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അവൾ പ്രതികരിച്ചില്ല. തന്റെ സ്വീകരണ പ്രസംഗത്തിൽ റോസ് ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നാണെന്ന് വിശേഷിപ്പിച്ചു. മനുഷ്യരാശിയുടെ പകുതി അപ്രത്യക്ഷമായത് മുതൽ സമുദ്രത്തിൽ നിന്ന് ഒരു വലിയ ആകാശഗംഗയുടെ ഉദയം വരെ അവൻ ആ കുഴപ്പങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. നിലവിലെ സാഹചര്യത്തിലെ അനിശ്ചിതത്വം കണക്കിലെടുക്കുമ്പോൾ ഐക്യമാണ് മുന്നോട്ടുള്ള ഏറ്റവും നല്ല വഴി. ഉടൻ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഭൂതകാലം പരിശോധിക്കാൻ തുടങ്ങി. വിവാദപരമായ ഹൾക്ക് ആരാധനയിലും സംശയാസ്പദമായ മുൻകാല ചെയ്തികളിലുമായിരുന്നു പ്രധാന ശ്രദ്ധ. റോസ് താൻ മാനസാന്തരപ്പെട്ടുവെന്ന് വാദിക്കുന്നു. അതേസമയം സാം വിൽസൺ പ്രക്ഷേപണം നിരീക്ഷിക്കുന്നു. ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റായ റോസ് സൂചിപ്പിച്ചത് ഹൾക്കിനെ പിന്തുടർന്നുള്ള തന്റെ കഠിനാധ്വാനം തന്റെ കരിയറിനെ നിർവചിച്ചുവെങ്കിലും അത് ബെറ്റിയുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ കാരണമായി എന്നാണ്. 5 മാസത്തിനു ശേഷം വക്ക മെക്സിക്കോ. ജോക്വിൻ തോറസ് ക്യാപ്റ്റൻ അമേരിക്ക സാം വിൽസണുമായി ചേർന്ന് ഒരു രഹസ്യ ഓപ്പറേഷനിൽ സഹകരിക്കുന്നു. ഒരു ദുരൂഹമായ കണ്ടെയ്നർ മോഷ്ടിക്കപ്പെടുന്നത് തടയാൻ പ്രസിഡന്റ് റോസ് അവരെ നേരിട്ട് അയച്ചു. നിർദ്ദേശങ്ങൾ വ്യക്തമാണ്, ഉള്ളടക്കം രഹസ്യമാണ്. ക്യാപ് രഹസ്യ കൂടിക്കാഴ്ച സ്ഥലത്തേക്ക് അതിവേഗം കടന്നു ചെല്ലുമ്പോൾ വാങ്ങുന്നയാൾക്ക് പകരം കാവൽക്കാരെ കാണുകയും ഉടൻ തന്നെ അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. പാക്കേജിന്റെ സുരക്ഷ പരമപ്രധാനമാണ്, എന്നാൽ സർപ്പത്തലവന്റെ പങ്ക് കണ്ടെത്തുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നു. അഹങ്കാരം നിറഞ്ഞ ആ വില്ലൻ ഒരു പുരോഹിതനെയും പ്രാർത്ഥിക്കുന്ന പുരോഹിതമാരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അവരുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നു. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു, താൻ പ്രാർത്ഥിക്കാനല്ല വന്നതെന്നും പുരോഹിതനിൽ നിന്ന് വാങ്ങുന്നയാളുടെ സ്ഥലം കണ്ടെത്താനാണെന്നും. പുരോഹിതൻ നിരസിക്കുമ്പോൾ ആജ്ഞ പ്രതിധ്വനിക്കുന്നു, അവരെയെല്ലാം ഉന്മൂലനം ചെയ്യുക. എങ്കിലും അവന്റെ പ്രവൃത്തികളെ നിശ്ചയദാർഢ്യമുള്ള ഒരു ശബ്ദം തടസ്സപ്പെടുത്തുന്നു, ക്യാപ്റ്റൻ അമേരിക്ക. സർപ്പത്തലവൻ ഉടൻ തന്നെ തന്റെ ആളുകളോട് അവനെ ഇല്ലാതാക്കാൻ ആജ്ഞാപിക്കുകയും അയാൾ പാക്കേജ് സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. ക്ഷണനേരം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റി സാം അതിവേഗം ശത്രു സൈനികരെ നിർവീര്യമാക്കുന്നു. പാമ്പുകളുടെ തലവൻ പാക്കേജുമായി രക്ഷപ്പെടുന്നതു ശ്രദ്ധയിൽപ്പെട്ട ജോക്വിൻ തോറസ് ഉടൻ തന്നെ സാമിനെ വിവരമറിയിക്കുന്നു. സാം അവനെ പിന്തുടരുന്നു. അചഞ്ചലനായി ക്യാപ് സർപ്പ നേതാവിനെ അഭിമുഖീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാങ്ങുന്നയാൾ എത്തിയില്ലെന്ന് അറിയിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ കൂടുതൽ ലാഭകരമായ ക്ലെയിന്റുകളെ തേടാൻ അവൻ നിർദ്ദേശിച്ചു, പക്ഷേ വില്ലൻ കൂസലില്ലാതെ അത് അപ്രധാനമെന്ന് തള്ളിക്കളഞ്ഞു. സാം ഒരു മികച്ച പോരാളിയാണെങ്കിലും ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് മുന്നിൽ അവൻ ഒരു എതിരാളിയെ അല്ല. ജോവാക്വിൻ തോറസ് പാക്കേജ് വീണ്ടെടുക്കുകയും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പ്രസിഡന്റ് റോസ് തന്റെ ഭാര്യ ബെറ്റിയോടുള്ള വാഗ്ദാനം പാലിച്ച് ഭാര്യയുടെ കല്ലറ സന്ദർശിക്കുന്നു. അവരുടെ ഉലഞ്ഞ ബന്ധം ഉണ്ടായിരുന്നിട്ടും അവളോടുള്ള അവന്റെ അതിയായ വാത്സല്യം രമ്യതയിലെത്താനുള്ള അവന്റെ വിഷമകരമായ ശ്രമങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. അയാളുടെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 100 ദിവസങ്ങൾ അടുക്കുമ്പോൾ ഒരു പ്രധാന ഉടമ്പടി ഉറപ്പാക്കുന്നത് പരമപ്രധാനമാണ്. അതിനിടെ സെർപ്പന്റ് ലീഡറെ ഒത്തുകൊടുക്കാനുള്ള വാങ്ങുന്നയാളുടെ പദ്ധതി ക്യാപ്റ്റൻ അമേരിക്ക മനസ്സിലാക്കുന്നു. കണ്ടെയ്നർ പിന്നീട് എടുക്കുന്നതിനായി രഹസ്യമായി ജപ്പാനിലേക്ക് വഴിതിരിച്ചുവിടാൻ അദ്ദേഹം $50 മില്യൺ ചെലവഴിച്ചു. ജോക്വിൻ തോറസ് ഫാൽക്കൺ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിനെക്കുറിച്ച് സാം വിൽസണിന്റെ ഉപദേശം തേടുന്നു. ശാരീരികമായ കഴിവുകൾക്കപ്പുറം യഥാർത്ഥ വീര്യം പ്രകടമാക്കുന്ന ഒരു വഴികാട്ടിയായി ഋതുവി വെർജുഥർഖയെ സമീപിച്ച് അജിയെ അവനെ നയിക്കാൻ ശ്രമിക്കുന്നു. പരിശീലനത്തിനിടെ പ്രസിഡന്റ് റോസ് സാമിനെ വിളിക്കുന്നു. സാം തിരിച്ചെത്തിയ ശേഷം റോസിനോടുള്ള കൂർ ചോദ്യം ചെയ്ത് ഏഷ്യ അവനെ നേരിടുന്നു. പ്രസിഡന്റിന്റെ മുൻകാല ചരിത്രവും ഓർമ്മിപ്പിക്കുന്നു. സാം തന്റെ ചെയ്തികളെ ന്യായീകരിക്കുന്നു. വൈറ്റ് ഹൌസിനോടുള്ള അടുപ്പം റോസിനെ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ഇടപെടാനും തന്നെ സഹായിക്കുമെന്നും റോസിന്റെ അപകടകരമായ നീക്കങ്ങളെക്കുറിച്ച് ഒരു രഹസ്യ വിവർ തനിക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും സാം പറയുന്നു. ചർച്ചയ്ക്ക് ശേഷം തനിക്കും വെനിനുമുള്ള വൈറ്റ് ഹൌസ് ക്ഷണക്കത്ത് ലഭിച്ചതായി സാം വെളിപ്പെടുത്തി. കൃതജ്ഞതയുടെ സൂചനയായി തോറസിനെ തന്നോടൊപ്പം വരാൻ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ സ്യൂട്ട് ധരിക്കാൻ പ്രേരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്രമാത്രം ബഹുമാനകരമായിരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. ഒരു നിമിഷം കഴിഞ്ഞ് യെശയ്യാവ് സമ്മതിക്കുന്നു. അന്ന് രാത്രി സാം, വെൻ, ഇസയ്യ എന്നിവർ വൈറ്റ് ഹൌസിൽ എത്തി. ഇസയ്യാഹ് ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ മൃഗത്തിന്റെ വീട്ടിൽ അകപ്പെടുന്നതിന്റെ വിചിത്രതയെക്കുറിച്ച് ഒരു പരിഹാസ്പരമായ പരാമർശം നടത്താതിരിക്കാൻ കഴിഞ്ഞില്ല. അവരെത്തുന്നതിന്റെ സുരക്ഷാ കാമറ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടെന്നറിയാതെ മൂവരും ആ നിമിഷം ഓർമ്മിക്കാനായി ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഒന്നു നിർത്തുന്നു. അധികം താമസിയാതെ തന്നെ സാമിനെ പ്രസിഡന്റ് റോസിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. റോസ് കണ്ടെയ്നർ വീണ്ടെടുത്തതിലും അത് തന്റെ ഉടമ്പടിക്ക് എത്രത്തോളം പ്രധാനമാണെന്നുമുള്ള നന്ദിയോടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സഹായം അവഞ്ചേഴ്സിനെ പുനഃസംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ട് അയാളെ ഞെട്ടിക്കുന്നു. തളരാതെ ടീമിന്റെ തകർച്ചയ്ക്ക് കാരണം റോസ് ആണെന്നും അത് അനുരഞ്ജനം ബുദ്ധിമുട്ടാക്കുമെന്നും സാം റോസിനെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും അവർ വീണ്ടും ഒന്നിക്കണമെന്ന് റോസ് ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹം വാദിക്കുന്നത് അവഞ്ചേഴ്സ് രാഷ്ട്രത്തിന്റെ പ്രതീകമാണെന്നും അവരുടെ അഭാവം സമീപകാല പ്രതിസന്ധികളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായേനെ എന്നുമാണ്. അദ്ദേഹം സാം അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിർദ്ദേശിക്കുന്നു. അദ്ദേഹം യാത്രയാവുന്നതിനു മുമ്പ് റോസ് അവനെ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്നു. അവർ ഉടൻ തന്നെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നു. സാം പോകുന്നതിനു മുമ്പ് രാജ്യത്തിന്റെ ഭാവിക്കായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പ്രസിഡന്റ് അവസാനമായി നിർദ്ദേശിക്കുന്നു. അന്ന് വൈകുന്നേരം പ്രസിഡന്റ് റോസ് ആ മുറിയിലെ പ്രമുഖ വ്യക്തികളോട് സംസാരിച്ചു. ഗംഭീരമായ സ്വരത്തിൽ സെലസ്റ്റിയൽ മാസ് കടലിൽ നിന്ന് ഉയർന്നുവരുന്നത്
അദ്ദേഹം പ്രഖ്യാപിച്ചു. നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമങ്ങൾക്കൊടുവിൽ അവർ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു. ഇത് ആധുനിക കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് അവർ കണ്ടെത്തിയ ആഡമാൻഡിയം എന്ന വസ്തുവിന് വൈബ്രേനിയത്തെക്കാൾ ശക്തിയുണ്ടെന്നാണ്. കണ്ടെത്തിയ കണ്ടെയ്നറിൽ ഈ വിലയേറിയ ലോഹം അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. വാക്കീൻ തോറസിനും സാം വിൽസണിനുമുള്ള വിജയകരമായ ദൗത്യത്തിന് നന്ദി. അവർക്കിപ്പോൾ ഒരു സവിശേഷ അവസരമുണ്ട്. ഈ കണ്ടുപിടുത്തത്തോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി. അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ ന്യായമായ രീതിയിലുള്ള അഡമാൻഡിയം വിതരണം എല്ലാ രാജ്യങ്ങൾക്കും പ്രയോജനകരമാകും. പെട്ടെന്ന് വെടിവെപ്പ് അവന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും പരിപാടിയിൽ പരിഭ്രാന്തി നിറയ്ക്കുകയും ചെയ്യുന്നു. യെശയ്യാ ബ്രാഡ്ലിയുടെ വെടിവെപ്പ് എല്ലാവരെയും ഞെട്ടിച്ചു. സാമും വെയ്നും ഉടൻ തന്നെ ഇസയ്യായെ പിന്തുടരുന്നു. എന്നാൽ മറ്റുള്ളവരും ആ പിന്തുടർച്ചയിൽ ചേരുന്നു. പോലീസ് ചൂടോടെ പിന്തുടരുന്നു. അവസാനം അവരവനെ കുടുക്കി. സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കിയ സാം അവിടെ തന്നെ നിൽക്കണമെന്ന് അയാളോട് അപേക്ഷിച്ചു. ഓടിപ്പോകുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്ന് അവൾ വിശദീകരിച്ചു. സമാധാനപരമായി കീഴടങ്ങാൻ അദ്ദേഹം അവനെ പ്രേരിപ്പിക്കുന്നു. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ സാം നേരിട്ട് പ്രസിഡന്റ് റോസിനെ സമീപിക്കുന്നു. ഏജന്റുമാരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിലും അവൻ യെശയ്യാവിനുവേണ്ടി പോരാടുന്നതിന് മുൻഗണന നൽകുന്നു. സാമിന്റെ നിശ്ചയദാർഢ്യത്തിൽ മതിപ്പുതോന്നിയ റോസ് ഏജന്റുമാരെ പിരിച്ചുവിട്ട് സുരക്ഷാ ഉപദേഷ്ടാവായ റൂത്തിനെ അടുത്ത് നിർത്തി. സാം തന്റെ സുഹൃത്തിനെ പിന്തുണച്ചു. യെശയ്യാ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ വഴിയില്ലെന്ന് വാദിച്ചു. റൂത്ത് കൂട്ടിച്ചേർത്തത് വെടിയുതിർത്തത് യെശയ്യാവ് മാത്രമല്ലെന്നും രഹസ്യസേനയും സൈന്യവും വെടിയുതിർത്തിരുന്നു എന്നുമാണ്. തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇത് ആസൂത്രിതമായ ഒരു ഭീകരാക്രമണമാണെന്നാണ്. സാമിന്റെ വാദം അനുസരിച്ച് ഇസയ്യ അറസ്റ്റിലാകുമ്പോൾ സ്ഥലകാലബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്വേഷണത്തിൽ സഹായിക്കാൻ റോസിനോട് അയാൾ യാചിക്കുന്നു. എന്നാൽ പ്രസിഡന്റ് തണുപ്പൻ മത്തിൽ അയാളെ നിരാകരിക്കുന്നു. മതിയായത് നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ ത്യാഗം ചെയ്യാൻ തയ്യാറില്ലെന്നും പറയുന്നു. യെശയ്യാവിന്റെ പ്രേരണയുടെ പിന്നിലെ വേദനാജനകമായ സത്യം റൂത്ത് വെളിപ്പെടുത്തുന്നു. വർഷങ്ങളോളം യെശയ്യാവിനെ തടവിലിട്ട് ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കുകയും മനുഷ്യരെക്കാൾ താഴ്ന്ന രീതിയിൽ പരിഗണിക്കുകയും ചെയ്തുവെന്ന് അവൾ റോസിനെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും തന്റെ സുഹൃത്ത് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ സാം തയ്യാറല്ല. അദ്ദേഹത്തിന്റെ പുതുക്കിയ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നിട്ടും സത്യം കണ്ടെത്താൻ റോസിന്റെ മുൻപത്തെ സഹകരണത്തിനുള്ള നിർദ്ദേശം അദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ അത് തൽക്ഷണം നിരസിക്കപ്പെടുന്നു. തന്റെ സുഹൃത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ച നിമിഷം തന്നെ ആ വാഗ്ദാനം റദ്ദാക്കിയെന്ന് അദ്ദേഹം കൂടാതെ പ്രഖ്യാപിച്ചു. സ്റ്റീവ് റോജേഴ്സ് അല്ലാത്തതിനാൽ സാമിന്റെ പങ്കാളിത്തം അനുചിതമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. തന്റെ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം റോസ് അന്വേഷണത്തിന്റെ പൂർണ്ണ അധികാരം റൂത്തിന് നൽകി ഒരു കൈ വീശി സാമിനെ പിരിച്ചുവിട്ടു. അയാൾ പുറത്തേക്ക് പോകുമ്പോൾ റോസ് പുച്ഛത്തോടെ സൺ എന്ന് പറയുന്നു. ആ വാക്ക് ഏതൊരു കുറ്റപ്പെടുത്തലിനേക്കാളും സാമിനെ വേദനിപ്പിച്ചു. അതിന്റെ സ്വരം മാത്രമല്ല കാരണം, റോസിന് അവനോടുള്ള പുച്ഛം കലർന്ന മനോഭാവം അത് ബലപ്പെടുത്തിയിരുന്നു. സത്യം തേടി സാം വിൽസൺ ഇസയ്യ ബ്രാഡ്ലിയെ സന്ദർശിച്ച് യഥാർത്ഥ കഥ കണ്ടെത്തുന്നു. കണ്ടുമുട്ടിയപ്പോൾ താൻ ഇങ്ങനെയൊരു പ്രവൃത്തി ആവർത്തിക്കില്ലെന്ന് യെശയ്യ സത്യം ചെയ്തു. അവൻ ആ രാത്രിയിലെ തന്റെ പെരുമാറ്റം എന്തായിരുന്നു എന്ന് പോലും മനസ്സിലായിട്ടില്ല. അസ്വസ്ഥനായി കാണപ്പെട്ട അയാൾ തന്റെ ദിവസം തികച്ചും സാധാരണമായിരുന്നു എന്ന് വിവരിച്ചു. ഒരു ബാർബർ ഷോപ്പിൽ പോവുക, സ്യൂട്ട് എടുക്കുക, തുടർന്ന് അവരെ വൈറ്റ് ഹൌസിലേക്ക് അനുഗമിക്കുക. അവൻ ആദ്യം മുതലേ അതിനെക്കുറിച്ച് ഒരു സ്വസ്ഥത തോന്നിയിരുന്നു. പുറപ്പെടുന്നതിന് മുമ്പ് അവൻ മടിച്ചു. എത്തിയ ഉടനെ ഒരു സെൽഫിയെടുത്തത് അവ്യക്തമായി അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു ഇത്രമായ സംഭവം നടന്നു. അവന്റെ ഫോൺ പെട്ടെന്ന് തകരാറിലായി. പിന്നീട് അവരെ കിഴക്കേ മുറിയിലേക്ക് കൊണ്ടുപോയി. യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നുമില്ലാതെ താനെങ്ങനെ അവിടെയെത്തിയെന്ന് മനസ്സിലാവാതെ അവൻ പാർക്കിൽ എത്തിച്ചേർന്നു. സാം ശ്രദ്ധയോടെ കേൾക്കുന്നു. അവൻ നിരപരാധിയാണെന്ന വിശ്വാസവും സത്യം കണ്ടെത്താനുള്ള അവരുടെ പ്രതിബദ്ധതയും ഉറപ്പുനൽകുന്നു. എന്നാൽ കുറ്റമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തവണ രക്ഷപ്പെടൽ സാധ്യമല്ലെന്ന് യെശയ്യാവ് അവനോട് പറയുന്നു. ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്റെ ജീവിതം തടവറയിൽ കഴിയേണ്ടിവരുമെന്ന് അയാൾ മുൻകൂട്ടി കാണുന്നു. സാം ശരിക്കും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ പോവുക എന്നതാണ് ഏറ്റവും സഹായകരമായ കാര്യം. അതേസമയം യെശയ്യാവിന്റെയും സാമിന്റെയും സംഭാഷണത്തിന് ഉത്തരവാദിയായ ഏജന്റിനെ റൂത്ത് ചോദ്യം ചെയ്യുന്നു. വൈറ്റ് ഹൌസിന് നേരെ വെടിയുതിർത്ത സ്നൈപ്പർമാർക്കും സമാനമായ ഒരവസ്ഥ നേരിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്നു. അതിനിടെ രഹസ്യ റിപ്പോർട്ടുകൾ അവലോകനം ചെയ്ത ശേഷം റൂത്തും അതേ നിഗമനത്തിലെത്തുന്നു. അവരെ അവിടേക്ക് ആകർഷിക്കാനുള്ള ഒരു കെണിയായിരുന്നോ അതെല്ലാം? വാങ്ങുന്നയാൾ ഒരുപക്ഷെ ആദ്യം മുതലേ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സാം സംശയാലുവായി പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായ റൂത്തിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ ബെന്നിനോട് പറയുന്നു. എന്നാൽ സംഭാഷണം അവസാനിച്ചയുടൻ ഒരു പെട്ടെന്നുള്ള ആക്രമണം അവന്റെ ചിന്തകളെ തടസ്സപ്പെടുത്തുന്നു. വെടിയുണ്ടകൾ അവനെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ഗുസ്താവോ ഫ്രിങ്ക് മാരകമായ കൃത്യതയോടെ വെടിയുതിർക്കുന്നു. തുടർന്ന് ജോലി പൂർത്തിയായെന്ന് കരുതി സാമിന്റെ ഫോൺ കൈക്കലാക്കി ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിജയം ഉറപ്പായതോടെ കൊലപാതകത്തിന്റെ തെളിവുകൾ അയക്കാൻ അവൻ തയ്യാറെടുക്കുന്നു. അദ്ദേഹം പ്രതീക്ഷിക്കാത്തത് എന്തായിരുന്നു? ക്യാപ്റ്റൻ അമേരിക്ക എപ്പോഴും തന്റെ എതിരാളികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുന്നു. പെട്ടെന്ന് സാം മുന്നോട്ട് കുതിച്ചു. ഓരോ അടിയിലും അവനെ പരിഹസിക്കുന്നു. ഉപകരണങ്ങളില്ലാതെ അവൻ ശക്തിയില്ലാത്തവനാണെന്ന് ശരിക്കുന്നു. ക്യാബിന്റെ സഹജാവബോധം മനസ്സിലാക്കാൻ അവൻ കഴിയുന്നില്ല. സാം അതിവേഗവും ക്രൂരവുമായ പ്രഹരത്തിലൂടെ ഫ്രിങ്കിനെ ആക്രമിക്കുകയും അത് അയാളെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ഫ്രിങ്ക് ചിരിയടക്കി. അതിലൊരു പരിഹാസം കലർന്നിരുന്നു.
സാം നന്നായി പോരാടിയെന്നും എന്നാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്നും അവൻ നേരിയ സ്വരത്തിൽ സാമിനോട് കിറുകിറു ശബ്ദത്തിൽ പറഞ്ഞു. മറ്റൊരിടത്ത് പ്രസിഡന്റ് റോസ് ലോക നേതാക്കളുമായി ചേർന്ന് അഡമാന്റിയം ഉടമ്പടി പൂർത്തിയാക്കാൻ സമ്മേളിക്കുന്നു. എങ്കിലും ഉടൻ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തലപൊക്കുന്നു. സ്വന്തം രാജ്യത്തിന്മേൽ പോലും നിയന്ത്രണമില്ലാത്തതിനാൽ നേതാക്കൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വപാടവത്തിൽ സംശയമുണ്ട്. കരാറിന് നിർണായകമായ ജപ്പാന്റെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധേയമായ അഭാവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുറിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അഭാവം ജപ്പാൻ ഒപ്പിടാൻ വിമുഖത കാണിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിലവിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര നേതാക്കൾ ചർച്ചകൾ മാറ്റിവച്ചു. ജപ്പാന്റെ വിശ്വാസം വീണ്ടെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പുറന്തള്ളപ്പെടുമെന്ന് റോസിന് മുന്നറിയിപ്പ് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണകൂടം കൂടുതൽ സ്ഥിരതയില്ലാത്തതും തകർച്ചയുടെ വക്കിലുമാണ്. റൂത്തിനെക്കുറിച്ച് താൻ കണ്ടെത്തിയ കാര്യങ്ങൾ സാമിനെ വെൻ അറിയിക്കുന്നു. ഇസ്രായേലിൽ ജനിച്ച് റെഡ് റൂമിൽ പരിശീലനം നേടിയ അവൾ ഒരു ബ്ലാക്ക് വിഡോ ആണ്. അതുകൊണ്ട് അവളെ വിലകുറച്ച് കാണുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം സാമിന് മുന്നറിയിപ്പ് നൽകുന്നു. അന്നത്തെ രാത്രിയിലെ ദൃശ്യങ്ങൾ അവലോകനം ചെയ്തപ്പോൾ അവർ ഒരു വിചിത്രമായ കണ്ടെത്തൽ നടത്തി. യെശയ്യാവ് റോസിനെ ലക്ഷ്യമിട്ടിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ വെടിവെച്ചില്ല. അതുമാത്രം സംശയാസ്പദമാണ്. സാമുവൽ സ്റ്റെയിൻസിന്റെ പങ്ക് കൂടുതൽ സംശയാസ്പദമാണ്. ഈ പുതിയ വിവരങ്ങൾ വെച്ച് തയ്യാറാകാൻ സാം അവനോട് പറയുന്നു. അവരിപ്പോൾ ഒരുമിച്ചാണ് അകത്തേക്ക് പോകുന്നത്. റൂത്ത് ഏജന്റിനെ കാണാനായി ഇസയ്യാസിന്റെ അടുത്തെത്തുന്നു. അവിടെ അവൾ കാണുന്നത് ഒരു കൂട്ടക്കൊലയാണ്. സാമിനെ സഹായിച്ച ഏജന്റ് എല്ലാ സ്നൈപ്പർമാരെയും കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. റേഡിയോയിൽ ഒരേ ഭീതിതമായ ഈണം വീണ്ടും കേൾക്കുന്നു. ഇതു കണ്ടിട്ട് റൂത്ത് യെശയ്യാവിനെ ലോകമെമ്പാടുമുള്ള ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. ജപ്പാനിലേക്കുള്ള യാത്രയ്ക്കിടെ പ്രസിഡന്റ് റോസ് സാമും വെന്നും അവരുടെ താവളത്തിൽ നിന്ന് പോയ വിവരം അറിയുന്നു. എത്ര ചിലവായാലും അവരെ തടയാൻ അയാൾ ഉടൻ ഉത്തരവിട്ടു. അതിനിടെ യെശയ്യാവിന്റെ മുൻ ജയിൽ വാർഡനായ കൂപ്പ പ്രസിഡന്റിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ വിളി അസ്വസ്ഥമാമിതം ഭയപ്പെടുത്തുന്നതായി മാറുന്നു. വെടിയൊച്ച കേട്ടതിനു പിന്നാലെ സാമുവൽ സ്റ്റെയിൻസിന്റെ ശബ്ദം ബദലിലൂടെ കേൾക്കുന്നു. റോസിന് ആ ശബ്ദം പെട്ടെന്ന് തന്നെ മനസ്സിലായി. സാധാരണ കണക്കുകൂട്ടലുകൾ നിറഞ്ഞ സ്വരത്തിൽ സ്റ്റെയിൻസ് റോസിനെ പരിചിതമായ ഒരു ഈണം ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് താൻ ജയിലിലകപ്പെട്ടപ്പോൾ ഉപേക്ഷിച്ചുപോയതിന് റോസിനെ അയാൾ രൂക്ഷമായി ശാസിക്കുന്നു. തന്റെ പുതിയ അധികാരം സ്ഥാപിക്കുന്നു. വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് സൂചന നൽകുന്നു. അവസാനിക്കുമ്പോൾ റോസിനെ എല്ലാവരും വെറുക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകൾ ബെറ്റിക്ക് അവനോടൊരു വെറുപ്പുണ്ടാകും. ഉടനടി പരിഭ്രാന്തനായ റോസ് യെശയ്യാവിനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്ന റൂത്തിനെ ബന്ധപ്പെട്ടു. ദൗത്യം ഉപേക്ഷിച്ച് ക്യാമ്പ് എക്കോ 1 പോകാൻ അവൻ അവളോട് ആജ്ഞാപിക്കുന്നു. സ്ഥിതിഗതികൾ ഗുരുതരമായിരിക്കുന്നു. സാമും വെന്നും താവളത്തിലെത്തി. അവിടെ സങ്കീർണമായ കെണികൾ നിർവീര്യമാക്കിയ ശേഷം ഭയാനകമായ നിശബ്ദത അനുഭവപ്പെട്ടു. ഉപേക്ഷിക്കപ്പെട്ടതും തടവുകാരില്ലാത്തതുമായ ആ ക്യാമ്പിൽ ജീവന്റെ ഒരു ക്ഷയവുമില്ലായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ഭയാനകമായ ഒരു കാര്യം കണ്ടെത്താനാകുന്നു. രഹസ്യമായ ഒരു ലബോറട്ടറി, ജയിലിന്റെ അതിരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഒരു ഗവേഷണ കേന്ദ്രം. അത് അസാധാരണം മാത്രമല്ല, അത് വളരെ സംശയാസ്പദവുമാണ്. കൂടുതൽ അന്വേഷണത്തിൽ യെശയ്യാവിനെ മുൻപ് അവിടെ തടവിൽ പാർപ്പിച്ചിരുന്നത് സ്ഥിരീകരിക്കുന്ന രേഖകൾ കണ്ടെത്തി. ഇത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴി തെളിയിച്ചു. ജപ്പാനിലേക്ക് മടങ്ങിയെത്തിയ ശേഷം റോസ് ഒടുവിൽ പ്രധാനമന്ത്രിയെ കണ്ടുമുട്ടുന്നു. റോസ് യഥാർത്ഥത്തിൽ കണ്ടെയ്നറിനുള്ളിലെ ലോഹം മോഷ്ടിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ഒരു വിഷമകരമായ ചിരി വരുത്തി റോസ് ആരോപണം തട്ടിക്കളയാൻ ശ്രമിക്കുന്നു. താൻ ആഡമാന്റിയം മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയെ അത് വീണ്ടെടുക്കാൻ ഏൽപ്പിക്കില്ലായിരുന്നു എന്ന് വാദിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രിക്ക് മതിപ്പുണ്ടായില്ല. ജപ്പാൻ തന്റെ ഉടമ്പടിയിൽ പങ്കുചേരില്ലെന്നും ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും റോസിനോട് അദ്ദേഹം കർശനമായി പറഞ്ഞു. സാം ലബോറട്ടറിയിൽ തിരയുമ്പോൾ അവനൊരു അസ്വസ്ഥജനകമായ കുറിപ്പ് കണ്ടെത്തുന്നു. ദിവസം 3 ഗുളികകൾ അധികം കഴിക്കരുത്. എന്റെ സഹജാവബോധം എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നു. വാൾക്കൻ സംഗീതത്തിന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള തന്റെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു. ശ്രോതാക്കളെ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുള്ള മിസ്റ്റർ ബ്ലൂ എന്ന ഗാനത്തിലെ ഒരു രഹസ്യ ആവൃത്തി അദ്ദേഹം കണ്ടെത്തുന്നു. പെട്ടെന്ന് പ്രതികരിച്ച് അവൻ സിഗ്നലിൽ മാറ്റം വരുത്തി അതിന്റെ ആഘാതം ഇല്ലാതാക്കുന്നു. കണ്ടെയ്നർ മോഷണത്തിന് സെർപ്പന്റ് ലീഡറെ ഉപയോഗിച്ചതായി അയാൾ തുറന്നു സമ്മതിച്ചു. എന്നാൽ റോസിനെ വധിക്കുക എന്നതായിരുന്നു അയാളുടെ യഥാർത്ഥ ലക്ഷ്യം. അയാളുടെ കഥ വിവരിക്കുമ്പോൾ വെറുപ്പ് അയാളുടെ ശബ്ദത്തെ കടുപ്പിച്ചു. റോസ് നീതിരഹിതമായി തടവിലാക്കിയെന്നും ഗാമാ വികിരണം തലച്ചോറിനെ എന്നേക്കുമായി മാറ്റിയതിനെ തുടർന്ന് 16 വർഷത്തോളം സർക്കാർ രഹസ്യമായി ചൂഷണം ചെയ്തുവെന്നും സാം അയാളിൽ നിന്ന് മനസ്സിലാക്കുന്നു. റോസ് ഒരു ദാക്ഷിണ്യവുമില്ലാത്ത സ്വഭാവത്തോടെ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചു. ക്രമേണയുള്ള മോചനത്തിന്റെ വ്യാജ വാഗ്ദാനം തുടർച്ചയായി നൽകി ജനങ്ങളെ വഞ്ചിച്ചു. റോസ് തന്റെ ലക്ഷ്യം നേടിയ ശേഷം അവനെ പെട്ടെന്ന് ഉപേക്ഷിച്ചു. സാം യുക്തിപൂർവ്വം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും യെശയ്യാവ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ നടപടികൾ നിരപരാധികളെ ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടും സ്റ്റെയിൻസ് കുലുങ്ങിയില്ല. റോസ് വിശ്വസിക്കുന്നത് ഇപ്പോൾ പിന്തിരിയാൻ സാധിക്കാത്തത്രയും ദൂരം താൻ പോയിരിക്കുന്നു എന്നാണ്. അപ്രതീക്ഷിതമായി സാം, വെൻ എന്നിവരെ ആക്രമിക്കാൻ വേണ്ടി അയാൾ ഒരു കൂട്ടം പട്ടാളക്കാരെ മനസ്സ് ഉപയോഗിച്ച് നിയന്ത്രിച്ചു. ശേഷം ശാന്തമായി രക്ഷപ്പെട്ടു. അപ്പോഴാണ് റൂത്ത് വരുന്നത്. അവൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അവളെ നിർബന്ധിതയാക്കി. അവളുടെ ചലനങ്ങൾ കൃത്യവും മാരകവുമായിരുന്നു. ഓരോ പ്രഹരവും ഒരു ബ്ലാക്ക് വിഡോയുടെ മാരകമായ കാര്യക്ഷമത പ്രകടമാക്കി. ഭീഷണി ഒഴിഞ്ഞുപോയതും മൂവരും വേഗം പിൻവാങ്ങി. റൂത്ത് സംശയിക്കുന്നത് സ്റ്റെയിൻസ് അടുത്തിടെ രക്ഷപ്പെട്ടതിനുശേഷം അധികം ദൂരം സഞ്ചരിച്ചിട്ടില്ലെന്നും അവനെ കണ്ടെത്താനായി ഒരു അതിർത്തി സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുന്നു. എങ്കിലും അവർ പ്രതികരിക്കുന്നതിനു മുൻപ് പ്രസിഡന്റ് റോസിന്റെ നേരിട്ടുള്ള ഉത്തരവനുസരിച്ച് സുരക്ഷാ ഭടന്മാർ അവരെ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. സംഗീതം കേൾക്കുന്ന നിമിഷം സൈനികരുടെ പെരുമാറ്റം തൽക്ഷണം മാറുമെന്ന് സാമിനും വെന്നിനും അറിയാം.
സ്റ്റെയിൻസ് നിയന്ത്രണം ഏറ്റെടുത്തു. സ്ഥിതിഗതികൾ പൂർണ്ണമായും വഷളാകുന്നതിനു മുമ്പ് ഈ അവസരം മുതലെടുത്ത് റൂത്ത് അവരെ മോചിപ്പിക്കുകയും അവർ ഒരുമിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ജപ്പാനിൽ റോസ് ഒരു നിർണായക നടപടി സ്വീകരിക്കുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആഡമാൻഡിയം ബലമായി പിടിച്ചെടുക്കാൻ അദ്ദേഹം ലക്ഷ്യമിടുന്നു. ജപ്പാൻ ആക്രമിക്കുന്നത് അഭൂതപൂർവമായ ഒരു യുദ്ധം അയച്ചുവിടുമെന്ന് ടെയ്ലറുടെ ഏജന്റ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. റോസ് ശ്രദ്ധിക്കുന്നില്ല, അവൻ ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ സാം, വാക്കൻ, റൂത്ത് എന്നിവർ അപ്രതീക്ഷിതമായ ഒരു ഉറവിടത്തിൽ നിന്ന് സഹായം തേടി സർപ്പന്റ് ലീഡർ അയാളെ കണ്ടെത്തിയ ശേഷം സാം ഒരു സ്വകാര്യ സംഭാഷണം ആവശ്യപ്പെടുന്നു. അവസാന കൂടിക്കാഴ്ചയിൽ തന്റെ സമയം പാഴാക്കിയവനെ കണ്ടെത്തുമെന്ന് സർപ്പത്തലവൻ പ്രതിജ്ഞയെടുത്തതായി അദ്ദേഹം കർശനമായി പ്രസ്താവിച്ചു. ആ മനുഷ്യൻ ഡോ. സാമുവൽ സ്റ്റെയിൻസ് ആയിരുന്നു. സർപ്പനേതാവ് ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നു. ആകാംക്ഷയുണ്ട്, പക്ഷേ പൂർണ്ണ ഐക്യം ഒരു ഉപാധിയായി ആവശ്യപ്പെടുന്നു. മറ്റു വഴികളെല്ലാം പരീക്ഷിച്ചു തീർന്ന ശേഷം സാം കേൾക്കാൻ സമ്മതിക്കുന്നു. ഒടുവിൽ സത്യം കണ്ടെത്തുന്നു. മിസ്റ്റർ ബ്ലൂ എന്ന ഗാനത്തിൽ അതിന്റെ ശ്രോതാക്കളെ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു രഹസ്യ ആവൃത്തി അവൻ കണ്ടെത്തുന്നു. വേഗത്തിൽ പ്രതികരിച്ചുകൊണ്ട് അവൻ സിഗ്നലിനെ പരിഷ്കരിച്ച് അതിന്റെ ആഘാതം ഇല്ലാതാക്കുന്നു. സാമുവൽ സ്റ്റെയിൻസ് ആണ് രഹസ്യമായി വാങ്ങിയത് എന്ന് വെളിപ്പെടുന്നു. കണ്ടെയ്നർ മോഷണത്തിന് സെർപ്പന്റ് ലീഡറെ ഉപയോഗിച്ചതായി അയാൾ തുറന്നു സമ്മതിക്കുന്നു. എന്നാൽ റോസിനെ വധിക്കുക എന്നതാണ് തന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും വെളിപ്പെടുത്തുന്നു. അയാളുടെ കഥ വിവരിക്കുമ്പോൾ വെറുപ്പ് അയാളുടെ ശബ്ദത്തെ കടുപ്പിച്ചു. റോസ് സാമിനെ വിചാരണ കൂടാതെ തടവിലാക്കുകയും ഗാമാ വികിരണം തലച്ചോറിന് സ്ഥിരമായ മാറ്റം വരുത്തിയ ശേഷം സർക്കാർ 16 വർഷം രഹസ്യമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. റോസ് തന്റെ പതിവ് ദാക്ഷിണ്യഹീനതയോടെ ബുദ്ധി ഉപയോഗിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു. അധികാരം കിട്ടിയാൽ സ്വാതന്ത്ര്യം തരാമെന്ന പൊള്ളയായ വാഗ്ദാനം ആവർത്തിച്ചു നൽകി. റോസ് തന്റെ ലക്ഷ്യം നേടിയ ശേഷം അവനെ ഉടൻ തന്നെ ഉപേക്ഷിച്ചു. സാമിന്റെ അപേക്ഷകൾ ഉണ്ടായിരുന്നിട്ടും സ്റ്റെയിൻസിന്റെ പ്രവർത്തനങ്ങൾ യെശയ്യാവിനെ കൂടി ഉൾപ്പെടുത്തുന്നതാണെന്നും നിരപരാധികളായ ആളുകൾക്ക് ദോഷകരമാകുമെന്നും പറഞ്ഞിട്ടും സ്റ്റെയിൻസ് കുലുങ്ങിയില്ല. റോസ് താൻ മടങ്ങിവരാൻ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിർത്തിയാൽ അത് വലിയൊരു തെറ്റായിരിക്കും. അപ്രതീക്ഷിതമായി അവൻ ഒരു കൂട്ടം പട്ടാളക്കാരെ മനസ്സിനാൽ നിയന്ത്രിച്ച് സാമിനും വെന്നിനുമെതിരെ തിരിക്കുന്നു. എന്നിട്ട് ശാന്തമായി രക്ഷപ്പെടുന്നു. അപ്പോഴാണ് റൂത്ത് വരുന്നത്. പങ്കെടുക്കാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോൾ അവളെ നിർബന്ധിക്കുന്നു. അവളുടെ ഓരോ ചലനവും കൃത്യവും മാരകവുമാണ്. ഒരു ബ്ലാക്ക് വിഡോയുടെ തണുത്ത കാര്യക്ഷമതയോടെ അവൾ ആക്രമണകാരികളെ നിഷ്പ്രഭമാക്കുന്നു. ഭീഷണി ഒഴിഞ്ഞതിനുശേഷം മൂവരും വേഗത്തിൽ പിൻവാങ്ങി. റൂത്തിന് സ്റ്റെയിൻസിന്റെ അടുത്തകാലത്തെ രക്ഷപ്പെടൽ സൂചിപ്പിക്കുന്നത് അവൻ ഇപ്പോഴും അടുത്തവിടെ എവിടെയോ ഉണ്ടെന്നാണ്. അതിനാൽ അവനെ കണ്ടെത്താനായി ഒരു അതിർത്തി നിർണയിച്ച് തിരച്ചിൽ ആരംഭിക്കാൻ അവൾ നിർദ്ദേശിക്കുന്നു. എങ്കിലും അവർ പ്രതികരിക്കുന്നതിനു മുൻപ് പ്രസിഡന്റ് റോസിന്റെ നേരിട്ടുള്ള ഉത്തരവനുസരിച്ച് പെരിമീറ്റർ ഗാർഡുകൾ അവരെ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. സാമും വെന്നും സംഭവിക്കാനിരിക്കുന്നത് മുൻകൂട്ടി കാണുന്നു. സംഗീതം കേൾക്കുന്ന മാത്രയിൽ പട്ടാളക്കാരുടെ ഭാവം തൽക്ഷണം മാറും. സ്റ്റെയിൻസ് നിയന്ത്രണം ഏറ്റെടുത്തു. അവർ ശ്രദ്ധ തെറ്റിച്ചിരിക്കുമ്പോൾ റൂത്ത് അവരെ മോചിപ്പിക്കുന്നു. കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോകുന്നതിനു മുമ്പ് അവർ ഒരുമിച്ച് രക്ഷപ്പെടുന്നു. ജപ്പാനിൽ റോസ് ഒരു നിരാശാജനകമായ മാർഗം സ്വീകരിക്കുന്നു. പ്രേരിപ്പിച്ച് കാര്യം സാധിക്കാതെ വരുമ്പോൾ അയാൾ ആഡമാൻഡിയം ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ജപ്പാൻ ആക്രമിക്കുന്നത് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു യുദ്ധത്തിന് തിരികൊളുത്തുമെന്ന് ടെയ്ലറുടെ ഏജന്റ് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ റോസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ദൃഢനിശ്ചയത്തിലായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ സാം, വാക്കൻ, റൂത്ത് എന്നിവർ അപ്രതീക്ഷിതനായ ഒരു സഹായിയെ തേടി സർപ്പന്റ് ലീഡർ അയാളെ കണ്ടെത്തിയ ശേഷം സാം ഒരു സ്വകാര്യ സംഭാഷണം അഭ്യർത്ഥിക്കുന്നു. തന്റെ സമയം പാഴാക്കിയവനെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് സർപ്പത്തലവൻ അവസാന കൂടിക്കാഴ്ചയിൽ പ്രതിജ്ഞയെടുത്തതായി അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു. ആ മനുഷ്യന്റെ പേർ സാമുവൽ സ്റ്റെയിൻസ് എന്നായിരുന്നു. സർപ്പനേതാവ് ആകാംക്ഷയോടെ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നു. എന്നാൽ പൂർണ്ണമായ ഐക്യം ഒരു നിബന്ധനയായി നിർബന്ധിക്കുന്നു. മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ സാം കേൾക്കാൻ സമ്മതിക്കുന്നു. ഒടുവിൽ സത്യം കണ്ടെത്തുന്നു. വർഷങ്ങൾക്കു മുൻപ് സർപ്പന്റ് ലീഡറിന്റെ യൂണിറ്റ് സ്റ്റെയിൻസിനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ ഉത്കണ്ഠാകുലരായി അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ മരുന്ന് കുറിച്ചു നൽകുകയും ചെയ്തു. എന്നിരുന്നാലും റോസ് ഡോസേജ് വർദ്ധിപ്പിച്ച് സ്റ്റെയിൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അധികാരം പിടിച്ചെടുക്കാനുള്ള മാർഗമായി അദ്ദേഹത്തെ നിയന്ത്രിച്ചു. മറ്റുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇതിൽ പ്രതിധ്വനിക്കുന്നു. പ്രസിഡന്റായി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നൽകാമെന്ന് അദ്ദേഹം കള്ളം പറഞ്ഞു. അത് പാലിക്കാൻ ഉദ്ദേശമില്ലാത്ത വാഗ്ദാനമായിരുന്നു. റോസിനെ കൈക്കൂലി നൽകി രഹസ്യമായി ധനസഹായം ചെയ്തുകൊണ്ട് സെർപ്പന്റ് ലീഡർ സ്റ്റെയിൻസിന്റെ പ്രതികാര പദ്ധതിക്ക് ഊർജ്ജം പകർന്നു. റോസിനെ ഒരു യുദ്ധം ആരംഭിക്കാൻ പ്രേരിപ്പിച്ച് അയാളെ നശിപ്പിക്കുകയായിരുന്നു സ്റ്റെയിൻസിന്റെ ലക്ഷ്യം. ഏറ്റവും ആശങ്കാജനകമായ കാര്യം സ്റ്റെയിൻസിന് ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതികവിദ്യ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. വെളിപാട് സാമിനെ ഉടനടി പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു. അവൻ നേരെ വൈറ്റ് ഹൌസിലേക്ക് പോകുന്നു. പ്രസിഡന്റ് റോസിനെ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രസിഡന്റ് റോസ് അടുത്തിടെയായി എന്തെങ്കിലും മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നേരിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു. സ്റ്റെയിൻസ് അവനെ അസ്വസ്ഥജനകമായ രീതിയിൽ നിയന്ത്രിക്കുന്നു. റോസിന്റെ ക്യാമ്പ് എക്കോ 1ലേക്കുള്ള സന്ദർശനങ്ങൾ പല അവസരങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിമുട്ടിയ റോസ് ഒടുവിൽ കുറ്റം സമ്മതിച്ചു. ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഹൃദയം തകരാറിലാണെന്നും ഡോക്ടർമാർക്ക് പോലും കാരണം കണ്ടെത്താനാവുന്നില്ലെന്നും അയാൾ പറഞ്ഞു. സ്റ്റെയിൻസ് കാരണം കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. ജീവൻ നിലനിർത്തുന്ന ഒരു ഗുളികാക്രമം. പകരമായി റോസ് അവനെ ക്യാമ്പ് എക്കോ 1 ലാബിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു.
അവൻ ജീവിക്കാനുള്ള ഏക പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. പക്ഷേ അത് മാത്രമല്ല അതിന്റെ പിന്നിലേക്കാൾ ഹൾക്കിന്റെ നാശനഷ്ടങ്ങൾക്ക് ശേഷം സ്റ്റെയിൻസിനെ ഒരു പാപിയാടക്കി മാറ്റി. രാജ്യത്തിന് റോസ് നൽകിയ സംഭാവനകളെല്ലാം ഉണ്ടായിട്ടും മറ്റാരെക്കാളും അദ്ദേഹം വിലമതിക്കുന്ന അഭിപ്രായമുള്ള മകൾ ബെറ്റിക്ക് ഇതുവരെ അദ്ദേഹത്തെ ഇക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ലവനാകാൻ തനിക്കിപ്പോഴും കഴിയുമെന്ന് തെളിയിക്കാൻ അവനത് മുറുകെ പിടിക്കണമായിരുന്നു. ഒരു അടിയന്തര റിപ്പോർട്ട് സംഭാഷണത്തെ തടസ്സപ്പെടുത്തുന്നു. സ്റ്റെയിനിന്റെ സംഗീതത്താൽ മസ്തിഷ്കം കറുകപ്പെട്ട 2 ഏജന്റുമാർ ജാപ്പനീസ് കപ്പൽപ്പടയെ ആക്രമിക്കുന്നു. പ്രതിസന്ധിക്കിടയിൽ ജാപ്പനീസ് സൈന്യത്തെ പ്രതിരോധിക്കാനും സൈനിക തിരിച്ചടി ഒഴിവാക്കാനും റോസ്, സാം, ബെന്നി എന്നിവരോട് കൽപ്പിക്കുന്നു. സ്റ്റെയിൻസ് റോസിന്റെ ചിന്തകളെ കൂടുതൽ നിയന്ത്രിക്കുന്നു. അദ്ദേഹം പതുക്കെ സംസാരിക്കുകയും ഗുളികകൾ സഹായിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നു. റോസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച ദേഷ്യവും വെറുപ്പും ഇപ്പോഴും ആളിക്കത്തുന്നു. അവൻ ഗുളികകളല്ല എത്തന്നെ അംഗീകരിക്കാനുള്ളയാണ് ആവശ്യം. എങ്കിലും അവർ ഇരുവരും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. റോസിന്റെ ഗുളിക ആസക്തി സ്ഥിരമാണ്. അത് അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വിസമ്മതിച്ചതിന്റെ ഫലമാണ്. സാമിന്റെ ഉടനടിയുള്ള പ്രതികരണം നിർഭാഗ്യം കാരണം തടസ്സപ്പെട്ടു. കീൻ കടലിൽ വീണ ശേഷം ഒരു രക്ഷാപ്രവർത്തന സംഘം വരുന്നതായി ബേസ് സാമിനെ അറിയിക്കുന്നു. ഒരു സമ്പൂർണ്ണ യുദ്ധം ഒഴിവാക്കാനുള്ള നിർബന്ധബുദ്ധിയാൽ നയിക്കപ്പെട്ട് സാമിന്റെ തളർച്ച അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജപ്പാനീസ് പ്രധാനമന്ത്രി തന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധി ഒഴിവാക്കിയെന്ന് ഒടുവിൽ കണ്ടെത്തുന്നു. ദിവസങ്ങൾക്ക് ശേഷം സാം ആശുപത്രിയിൽ വെച്ച് വെന്നിനെ സന്ദർശിച്ചു. വിന്റർ സോൾജിയറായ ബക്കി ബാൻസും ഉണ്ട്. ഒരു ഗൗരവഭാവത്തിൽ സാമിനെ പിന്തുണയ്ക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു. സ്വയം കുറ്റപ്പെടുത്തരുതെന്ന് പ്രേരിപ്പിക്കുകയും എല്ലാം ശരിയാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അനിവാര്യമായും സംഭാഷണം സ്റ്റീവ് റോജേഴ്സിലേക്ക് നീങ്ങുന്നു. കീൻ പരിക്കേറ്റ് കിടക്കുന്നതിലും ഇസയ്യ തടവിൽ തുടരുന്നതിലും സ്റ്റെയിൻസ് പിടി കിട്ടാനുണ്ടായിരുന്നിട്ടും രക്ഷപ്പെട്ടതിലും താൻ അസ്വസ്ഥനാണെന്ന് സാം തുറന്നു സമ്മതിക്കുന്നു. സ്റ്റീവ് അവൻ കൈമാറിയതിൽ തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ബക്കി ഇതിനെ ചോദ്യം ചെയ്യുന്നു. സെറം ഉണ്ടായിരുന്നിട്ടും സ്റ്റീവിന് എല്ലായ്പ്പോഴും തന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷിനിരീക്ഷണം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. പക്ഷേ അത് എന്തായാലും മൂല്യമുള്ളതായി തുടർന്നു. അത് പറഞ്ഞതിനുശേഷം ബക്കിക്ക് അവന്റെ ഫ്ലൈറ്റ് പിടിക്കാനുള്ളതുകൊണ്ട് അവൻ പോകുന്നു. റോസ് സ്റ്റെയിൻസിന്റെ ഗുളികകളിൽ നിന്നുള്ള ഗാമാ വികിരണം അപകടകരമായ രീതിയിൽ വലിച്ചെടുക്കുന്നു. ഇത് നിരന്തരം ഡോസേജ് വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാക്കുന്നു. അയാളുടെ അത്യാധുനിക സാങ്കേതികവിദ്യ തൽക്ഷണ ഹൃദയാഘാതത്തിന് കാരണമാവുകയും അത് അയാളുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു. അവസാനം റോസ് തന്റെ മകൾ ബെറ്റിയുമായി ബന്ധപ്പെടുന്നു. വൈറ്റ് ഹൌസ് ആക്രമണത്തിന് ശേഷം മൗനം പാലിച്ചതിന് ക്ഷമ ചോദിച്ച് അവൾ മറുപടി നൽകുന്നു. വെൻ ഒരു പുതിയ സ്ഥലത്ത് സുഖം പ്രാപിച്ചു വരികയാണെങ്കിലും അവൻ ഇപ്പോഴും വിഷാദത്തിലാണ്. സാം പറയുന്നത് പ്രധാന കാര്യം പൂർണ്ണതയല്ലെന്നും തന്നെ വിശ്വസിച്ച് ആശ്രയിക്കുന്നവരുടെ വിശ്വാസത്തെ മാനിക്കുക എന്നതാണ് എന്നുമാണ്. തുടർച്ചയായ സംശയത്തിൽ നിന്നാണ് ഈ തകർച്ചയുടെ സമ്മർദ്ദം ഉണ്ടാകുന്നത്. എന്റെ പരമാവധി ശ്രമം പോലും മതിയാകുമോ? സാം സഹനശക്തിയുള്ള ആളായതുകൊണ്ട് അവനെയാൾ അഭിനന്ദിക്കുന്നു.